ഹായ് ഫ്രണ്ട്സ്, ഓരോണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ലാസ്റ്റ് വീക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് സെല്ലിങ് കാണാൻ വേണ്ടി സാധിച്ചു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വെച്ച് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വളരെ നല്ല സെല്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ആഴ്ചത്തെ പ്രധാന ഇവൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച ബഡ്ജറ്റ് ഡേ ആണ്, ജൂലൈ 23. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വോൾട്ടാലിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുശേഷം ജൂലൈ 31 US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഓഗസ്റ്റ് 1 നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പം അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വോൾട്ടാലിറ്റി മാർക്കറ്റിലുണ്ടാകും. മാത്രമല്ല, ഓൾമോസ്റ്റ് നമുക്ക് റിസൾട്ട് സീസൺ സ്റ്റാർട്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. പല സ്റ്റോക്കുകളുടെയും റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഇല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ടൊക്കെ എന്നാണ് എന്നുള്ളത് പർച്ചേസ് ചെയ്യുന്നതിന് മുൻപേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഓൾറെഡി നല്ല പ്രോഫിറ്റിൽ നിൽക്കുന്ന സ്റ്റോക്കുകളൊക്കെയാണ് റിസൾട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നിഫ്റ്റി വ്യാഴാഴ്ച ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. 24,800 ലെവലിൽ ക്ലോസിംഗ് ഒക്കെ തന്നതാണ്. പക്ഷേ ഫ്രൈഡേ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു സെല്ലിങ് തന്നു. ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കൺസോൾട്ടേഷനിലാണെന്ന് നമുക്ക് പറയാം. മിഡ് ക്യാപ്പിലോട്ടും സ്മോൾ ക്യാപ്പിലോട്ടും പോകുമ്പോൾ വളരെ നല്ല ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ചാർട്ടുകളും അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, അടുത്ത ആഴ്ച സ്വിംഗ് ട്രേഡിന് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി നോക്കാം. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ലാസ്റ്റ് ഡേ ഫ്രൈഡേ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏകദേശം ആ ഒരു ഇലക്ഷന് ശേഷം ജൂൺ 7 ശേഷം കാര്യമായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. വളരെ ചെറിയ ചോപ്പി ആയിട്ടുള്ള ഓരോരോ ക്യാൻഡിൽസാണ് ഫോം ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഏകദേശം ഒരു 6 to 7% മൂവ് ചെയ്തത്. അതിനുശേഷം തേഴ്സ്ഡേ ആണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ നമ്മൾ കണ്ടത്. ഫ്രൈഡേയും അതിനെ കവർ ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബഡ്ജറ്റിനോടനുബന്ധിച്ച് മാർക്കറ്റിൽ വോൾട്ടാലിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ, നിങ്ങൾ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക. വളരെ ചെറിയ ഷോർട്ട് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നവർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അപ്പർ സൈഡ് നമ്മളുടെ ഈ ഒരു 24,800 ഇല്ലെങ്കിൽ 25,000 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ലെവൽ തന്നെയായിരിക്കും നമ്മളുടെ റെസിസ്റ്റൻസ് സോണ്. ഇനി ലോവർ സൈഡിലോട്ട് വരുമ്പോൾ 20 മൂവിങ് ആവറേജ് ആയിട്ടുള്ള 24,200 ലെവല്, അതിൻ്റെ തൊട്ട് താഴെ 50 മൂവിങ് ആവറേജ് ഉള്ള 23,600 ലെവൽ ഇല്ല 23,500 ലെവലായിരിക്കും മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ വരുന്ന ആഴ്ചകളിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽസ്. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സൈഡ് വൈസ് ആണ്. വ്യാഴാഴ്ചയോ ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഓൾ ടൈം ഹൈ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷേ വെള്ളിയാഴ്ച കാര്യമായിട്ടുള്ള സെല്ലിംഗ് ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടൊരു ബാങ്കിങ് സെക്ടർ അത്യാവശ്യം ബുള്ളിഷാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പർ സൈഡ് നമുക്ക് 53,500 ലെവലാണ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ലോവർ സൈഡ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് സോണാണ് 52,000. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് 50,000 51,000 ഇല്ലെങ്കിൽ 50,800 എന്ന് പറയുന്ന ലെവലായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത. ഇനി നമ്മൾ സ്മോൾ ക്യാപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ 20 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇത് നമ്മളുടെ ഒരു പഴയ റെസിസ്റ്റൻസ് സോണാണ്. അപ്പം ഈ ഒരു സോണിൽ അപ്പം ഈ ഒരു സോണ് ഒരു മേജർ സപ്പോർട്ടായിട്ടുള്ളൊരു സോണ് തന്നെയാണ് സ്മോൾ ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ലെവലായിട്ടാണ്. അപ്പം ഈ ഒരു ലെവലിന് താഴെ ഇവിടെ സപ്പോർട്ടുണ്ട്, ഇവിടെ 50 മൂവിങ് ആവറേജ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു മേജർ സപ്പോർട്ട് സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് പറയാം. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ലെവൽ റീടെസ്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഈ ഒരു എന്താ പറയുക ന്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ വരുന്ന ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത. മിഡ് ക്യാപ്പിലോട്ട് വരുമ്പോഴും ഓൾമോസ്റ്റ് 20 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 50 മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലെവല് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവലുകളൊക്കെ
ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യുന്നതിനൊക്കെ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് റിവേഴ്സൽ ക്യാൻഡിൽ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്, ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ കൂടി നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിലവിൽ മാർക്കറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ നിഫ്റ്റി ഫാർമയാണ്. ഓക്കെ, ഈ ഒരു ഫാർമ സെക്ടറിനെ കുറിച്ച് ഇതിനു മുൻപേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാർമ സെക്ടർ കമ്പാരിറ്റീവ്ലി വളരെ സ്ട്രോങ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫാർമ സെക്ടറിൻ്റെ മന്ത്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2014 മുതൽ 2023 വരെ ഏകദേശം 9 വർഷത്തോളം ഈ ഒരു സെക്ടർ കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് നടത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഒരു 8-10 വർഷം പെർഫോം ചെയ്യാതെ ഈയിടയ്ക്ക് റീസെൻ്റ്ലി ഒരു 2 ഇയർ ബാക്ക് ബ്രേക്കൗട്ട് വന്നൊരു സെക്ടറായിരുന്നു PSC സെക്ടേഴ്സ്, ഇല്ല എന്നുണ്ടെങ്കിൽ റിയാലിറ്റി സെക്ടറൊക്കെ. അതൊക്കെ അതിനുശേഷം വളരെ വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, 50%, 100% ഒക്കെ. അപ്പം ഈ ഒരു ഫാർമ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷത്തെ റേഞ്ച് ബ്രേക്കൗട്ട് തന്നിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക 35-40% മാത്രമാണ് ഈ ഒരു ഇൻഡെക്സ് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലോ ഇല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലോ ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറായിട്ട് ഞാൻ നിഫ്റ്റി ഫാർമ ഇൻഡെക്സിനെ കാണുന്നു. അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത ഒരു പ്രധാന ഇൻഡെക്സാണ് നിഫ്റ്റി IT ഇൻഡെക്സ് എന്ന് പറയുന്നത്. നിഫ്റ്റി IT ഇൻഡെക്സ് 2021 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അതിനുശേഷം ഇപ്പോഴാണ് ഒരു ബ്രേക്കൗട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന കാലങ്ങളിൽ വരുന്ന നെക്സ്റ്റ് 6 months ഓർ 1 year 2 year 1.5 year മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം സെക്ടോറിയൽ അനാലിസിസിൽ പ്രധാനമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന 2 സെക്ടർ എന്ന് പറയുന്നത് ഒന്ന് IT ഇൻഡെക്സും രണ്ടാമത്തത് ഫാർമയും. ഈ 2 സെക്ടർ ഞാൻ പറയുന്നത് വരുന്ന ഒരാഴ്ച പെർഫോം ചെയ്യുന്ന കാര്യമല്ല, നെക്സ്റ്റ് 6 months നെക്സ്റ്റ് 1 year ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള 2 സെക്ടേഴ്സാണിത്. അപ്പം ഈ 2 സെക്ടറിൻ്റെയും നമുക്ക് ബീസ് അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്കിലോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാനൊരു കമ്പാരിറ്റീവ്ലി റിസ്ക് കുറഞ്ഞ രീതി എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം IT ബീസ് മേടിക്കുക അല്ലെങ്കിൽ ഫാർമ ബീസ് മേടിക്കുക എന്നുള്ളതാണ്. IT ബീസിൻ്റെ ഇപ്പോഴത്തെ വില 42 rupees ആണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് SBI IT ETF ചാർട്ട് വെച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാർട്ട് കാണണം എന്നുള്ളവർക്ക് ലാസ്റ്റ് വീക്ക് വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഞാൻ ഈ ഒരു IT ബീസിനെ കുറിച്ചും IT ഇൻഡെക്സിനെ കുറിച്ചും ലാസ്റ്റ് വീക്കും ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇതിന് ശേഷം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത ഒരു ബീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാർമ ബീസാണ്. ഓക്കെ, ഫാർമ ബീസ് അവൈലബിൾ അല്ലെങ്കിൽ ഫാർമ ബീസ് അവൈലബിൾ ആണ് നിപ്പോൺ ഇന്ത്യ AMCയുടെ തന്നെ. അപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 20 രൂപ 21 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ഈ 2 ബീസ് ഇല്ലെങ്കിൽ ETF കൺസിഡർ ചെയ്യാം. ഒന്ന് IT ബീസ്, രണ്ടാമത്തത് നിഫ്റ്റി ഫാർമ ബീസ്. ഇത് 2 കൺസിഡർ ചെയ്യാം. ഈ 2 സെക്ടറും വരുന്ന കാലങ്ങളിൽ മുൻപോട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ബ്രേക്കൗട്ട് തന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അപ്പം അതിനുള്ളിൽ ഒരു സ്റ്റോക്കാണ് ഇലക്ട്രോ കാസ്റ്റിൽ എന്ന് പറഞ്ഞത്. ഈ ഒരു സ്റ്റോക്ക് മെറ്റൽ സെക്ടറിലുള്ളതാണ് അല്ലെങ്കിൽ സ്റ്റീൽ സെക്ടറിലുള്ളതാണ്. വളരെ വലിയൊരു ബ്രേക്കൗട്ടിന് ശേഷം ഇവിടെ സ്റ്റിൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെയിലി ചാർട്ടിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി ചാർട്ട് പ്രകാരം ഇവിടെ ഒരു ബ്രേക്കൗട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇവിടെ ഒരു ബ്രേക്കൗട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡെയിലി ചാർട്ട് പ്രകാരം എൻട്രി കൺസിഡർ ചെയ്യുന്നവർക്ക് ഇവിടെ എൻട്രി കൺസിഡർ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കൊരു 10% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ. അതേപോലെ തന്നെ ഡെയിലി ചാർട്ട് പ്രകാരം നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ ഒരു സ്റ്റോക്കാണ് നവാഗർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ചാർട്ടിൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ ബ്രേക്കൗട്ട് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം ഇവിടെ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഒരു 10% സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും വോളറ്റാലിറ്റി ഉണ്ടാവും. മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കുകളെ വാച്ച് ചെയ്യാം. മാത്രമല്ല മാർക്കറ്റ് നമുക്ക് ഫേവറബിളായിട്ട് മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്
ഈ ചാർട്ട് സ്റ്റഡി ഉപയോഗിക്കുക. അപ്പം ഡെയിലി ചാർട്ട് പ്രകാരം നമുക്ക് പ്രധാനമായിട്ടും 2 എൻട്രിയാണുള്ളത്. ഒന്ന് ഇലക്ട്രോ കാസ്റ്റിൽ, 2 നവാഗർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യ സിമെൻ്റ് ആണ്. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് കഴിഞ്ഞ വീക്കിലും അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചകളിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു സെക്ടർ, കൺസ്ട്രക്ഷൻ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ അത്യാവശ്യം നല്ല ഒരു സ്ട്രെങ്ത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ടറുകളൊക്കെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇന്ത്യ സിമെൻറ്റിൻ്റെ ചാർട്ട് പരിശോധിക്കുമ്പം ഏകദേശം 2007 ശേഷം 2024 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. വളരെ ഹ്യൂജ് വോളിയം ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു മന്ത്ലി ക്യാൻഡിലിൽ. മാത്രമല്ല നമ്മൾ ഈ ഏകദേശം ഈ ഒരു 320 ലെവലിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷവും ഇത് മൂവ് ചെയ്തു. സ്റ്റിൽ നിങ്ങൾ ഈ ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ ലോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടിയും ഒരു 22% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ വ്യൂ ഇൻവാലിഡ് ആകുമെന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്ത്യ സിമെൻ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അടുത്ത സ്റ്റോക്ക് നമ്മളുടെ RKEC പ്രൊജക്ട്സ് ആണ്. ഇതും ഒരു എൻജിനീയറിംഗ് കൺസ്ട്രക്ഷനാണ്. ഇൻഫ്രാ കൺസ്ട്രക്ഷൻ എൻജിനീയറിങ്ങിലൊക്കെ വളരെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ 2018 IPO പ്രൈസിൽ നിന്ന് താഴെ പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു 117 അല്ലെങ്കിൽ 120 ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. അതിൽ എൻട്രി എടുത്തവർക്ക് ഹോൾഡ് ചെയ്യാം. ഇനി ഇതിൽ എൻട്രി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഇതൊരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം 2018 മുതൽ കഴിഞ്ഞ ഒരു 6 വർഷത്തെ റേഞ്ച് ബ്രേക്ക് ഔട്ടാണ് ഈ ചാർട്ട് പ്രകാരം വരുന്നത്. ഇനി BSEയിൽ ഇതിനു മുൻപ് ഈ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നോ, NSEയിൽ 2018 വന്നതാണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നിങ്ങളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഡെയിലി ചാർട്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളിയം വളരെ കുറവുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പലപ്പോഴും വളരെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും നടക്കാറില്ല. വോളിയം വളരെ കുറവുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു തുക മാത്രം ഇട്ടുകൊണ്ട് ഇതിനുള്ളിൽ പരീക്ഷണങ്ങൾ നടത്താനോ ഇല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഈ ഒരു സ്റ്റോക്കിൽ ഇതിൻ്റെ താഴെ, ഈ ഒരു ലെവലിന് താഴെ ഒരു 15% താഴെയൊക്കെ, അതായത് ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിൻ്റെ താഴെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ വ്യൂ ഇൻവാലിഡ് ആയതായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഒരു സെല്ലിങ്ങിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അങ്ങനെയല്ല, ഈ ഒരു ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫർദർ അപ്സൈഡ് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പം ഈ ഒരു സ്റ്റോക്കാണ് RKEC. അടുത്ത ഒരു സ്റ്റോക്കാണ് അലംബിക് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കിയാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട് അല്ലേ. ഞാൻ ഓൾറെഡി ഫാർമ സെക്ടർ ബുള്ളിഷ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഏകദേശം 2020 മുതൽ 2024 വരെ 2020 സമയങ്ങളിൽ ഫാർമ സെക്ടറിൽ ഒരു ബൂമിങ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് തയ്യാറെടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം ഒക്കെ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇവിടെ മന്ത്ലി ചാർട്ടിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന് മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു APPL എന്ന് പറയുന്ന സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. ഒരു 20-25% നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസിൽ ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ബ്രേക്ക് ഔട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ ഒരു 1500 വരെ, അതായത് ഒരു 50% മൂവ്മെൻ്റ് ഒക്കെ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് അരിഹാൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ്. ഈ ഒരു സ്റ്റോക്കും വോളിയം വളരെ കുറവുള്ളതാണ്. നമ്മൾ ഡെയിലി ചാർട്ട് പരിശോധിക്കുമ്പം ഇല്ല, ഡെയിലി ചാർട്ടിൽ അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ചോപ്പി പ്രൈസ് ആക്ഷനാണ്. ഒരു നല്ലൊരു പ്രൈസ് ആക്ഷനായിട്ട് നമുക്കിതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ വീക്ക്ലി ചാർട്ടിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ പ്രകാരം ഒരു എൻട്രിയൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഹൈ മാത്രം കണക്ട് ചെയ്ത് മാർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഇവിടെ ഓൾറെഡി ബ്രേക്ക് ഔട്ട് നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഏതായാലും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഏകദേശം ഒരു 15% സ്റ്റോപ്പ് ലോസ് ആണ് ഇതിൽ വരുന്നത്.
ഈ ഒരു ഹൈക്ക് മുകളിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബാങ്ക്സ് ഇല്ലെങ്കിൽ ബ്രോക്കർ ഫിനാൻസ് ഫീൽഡിലാണ് ഈ ഒരു ഫിനാൻസ് സെക്ടറിലാണ് ഈ ഒരു സ്റ്റോക്ക് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളും ഇത്രയും സ്റ്റോക്കുകളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ എലക്കാസ്റ്റ് പറഞ്ഞു, നവാഗർ കോർപ്പറേഷൻ പറഞ്ഞു, ഇന്ത്യ സിമെൻറ്റ് പറഞ്ഞു, RKEC പറഞ്ഞു, അലംബിക് ഫാർം ലിമിറ്റഡ് പറഞ്ഞു, ഇപ്പോൾ അരിഹാൻഡ് അത് പറഞ്ഞു, ITBs പറഞ്ഞു, ഫാർമബീസ് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ചാർട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇതൊന്നും ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഇതൊക്കെ ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് നമുക്ക് നെഗറ്റീവ് ആണ്, ഇല്ലെങ്കിൽ മാർക്കറ്റിന് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലൊക്കെ ചെറിയ രീതിയിലുള്ള സെല്ലിങ് വരും. സെല്ലിങ് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കും താഴോട്ട് വരും, നമ്മളുടെ എല്ലാ സ്റ്റോപ്പ് ലോസ് ഇടിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്തുകൊണ്ട് മാത്രം എൻട്രി എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതും വളരെ ഉചിതമാണ്. പേഴ്സണലി ഞാൻ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.